താരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യേശ്വരം. ഓം തത്സത്. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണെ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണെ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഭാഗവതം ക്ലാസ്സിലേക്ക് സുസ്വാഗതം. നരോത്തം പ്രഭു ഒന്ന് മ്യൂട്ട് ചെയ്തേരെ. പിന്നെ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മള് ശ്രീമദ് ഭാഗവതത്തിന്റെ ആദ്യത്തെ സ്കന്ധമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് ശൗനകാദികള് നൈമിഷികാര്യത്തിൽ ഒരു വലിയ യാഗം നടത്തുന്നുണ്ട്, യജ്ഞം. അത് 1000 വർഷത്തോളവും നീണ്ടു നിൽക്കുന്ന ഒരു യാഗമായിരുന്നു. ആ യാഗത്തിന്റെ ഉദ്ദേശം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയും വരാൻ പോകുന്ന യുഗങ്ങളിൽ, അതായത് കലിയുഗത്തിന് ഇനിയും വരാൻ പോകുന്ന നാളുകളിൽ മനുഷ്യന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാലഘട്ടങ്ങളായിരിക്കും, ദുഃഖങ്ങൾ നിറഞ്ഞതായിരിക്കും. അതിന് എന്താണ് നിവൃത്തി, അതിനുവേണ്ടിയായിരുന്നു യാഗം. ആ സമയത്ത് സൂതഗോസ്വാമി അവിടെ എത്തിച്ചേരുന്നു. അദ്ദേഹത്തിന് ഉപചാരപൂർവ്വം സ്വീകരിച്ച് വ്യാസാസനം നൽകി അദ്ദേഹത്തിനോട് 6 ചോദ്യങ്ങൾ ശൗനകാദികൾ ചോദിച്ചു. ആദ്യത്തെ ചോദ്യം, മുഴുവൻ മാനവരാശിക്കും ഇൻ ജനറൽ ഹിതകരമായിട്ടുള്ള കാര്യം എന്താണ്? 2, എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെയും സാരം എന്താണ്? 3, ഭഗവാൻ ഈ ഭൗതിക ലോകത്ത് ദേവകിയുടെ പുത്രനായിട്ട് അവതരിച്ച എന്തിനാണ്? 4, പുരുഷാവതാരത്തിനെ കുറിച്ചും 5 ലീലാവതാരത്തിനെ കുറിച്ചുമായിരുന്നു. 6ാമത്തെ ചോദ്യം, ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ ലീലകൾ സമാപിപ്പിച്ചിട്ട് ആധ്യാത്മ ലോകത്തിലേക്ക് തിരിച്ചു പോയപ്പോൾ ധർമ്മം ആരെയാണ് ശരണം പ്രാപിച്ചത്? ഇതിൽ 5 ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കഷൻ ചെയ്തു. ഇനി 6ാമത്തെ ചോദ്യമാണ്, അതായത് ധർമ്മം ആരെയാണ് അഭയം പ്രാപിച്ചതെന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ചോദ്യം? ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥം. അപ്പൊ ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ വന്നത്. ധർമ്മം ഭഗവാൻ പുനഃസ്ഥാപിച്ചു. എത്ര കാലം? ഈ 125ഓളം വർഷം ദ്വാപരയുഗത്തിൽ ഭഗവാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ ധർമ്മം ഭഗവാന്റെ ആധാരബിന്ദങ്ങളിലായിരുന്നു. ഭഗവാനെ അഭയം പ്രാപിച്ചിരിക്കുന്നു. ഇപ്പൊ ഭഗവാൻ ഇവിടെ തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ആ ധർമ്മത്തിന് എന്തു പറ്റി? ധർമ്മം സാക്ഷാൽ ഭഗവത് പ്രണീതം. 6ാമത്തെ സ്കന്ധത്തില് 3ാമത്തെ അധ്യായത്തില് യമരാജാവ് പറഞ്ഞത് ധർമ്മം സാക്ഷാൽ. എന്താണ് ധർമ്മം? എന്താണ് ഭഗവാൻ പറയുന്നത്? അതാണ് ധർമ്മം. എന്ത് ഭഗവാൻ പറയുന്നു അത് ധർമ്മമാണ്. ധർമ്മം സാക്ഷാൽ ഭഗവത് പ്രണീതം. അതായത് ഭഗവാൻ തന്റെ ആധ്യാത്മ ലോകത്തിലേക്ക് തിരിച്ചു പോയപ്പോൾ ശ്രീമദ് ഭാഗവതം പറയുന്നു, ധർമ്മവും വിജ്ഞാനവും കൂടെ പോയെന്ന്. കൃഷ്ണ സ്വതാമോ ഉപഗതേ ധർമ്മജ്ഞാനാഭി സഖ തലോ നഷ്ട നൃശാവേശ പുരാണ അർക്ക അതുനോദിത. അതായത് കൃഷ്ണ ഭഗവാൻ സ്വധാമം, സ്വന്തം ധാമത്തിൽ ഉപഗതേ, സ്വധാമം തിരിച്ചു പോയപ്പോൾ ധർമ്മജ്ഞാനം, ഇവിടെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ വിജ്ഞാനം, ധർമ്മവും വിജ്ഞാനവും സഖ കൂടെ പോയി. സഖം നമുക്കറിയാം, സഖ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പൊ കലൗ, ഈ കലികാലത്ത് നഷ്ടനിർശാമേഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃഷ്ടി നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യബോധമില്ലാത്ത ജനങ്ങൾ, ലക്ഷ്യം നഷ്ടപ്പെട്ട ജനങ്ങൾ. എന്താണ് നമ്മുടെ ലക്ഷ്യം? മനുഷ്യ ശരീരം, മനുഷ്യജന്മം കിട്ടിയത് ഭഗവാന്റെ ഭക്തിക്ക് വേണ്ടിയാണ്. നമ്മൾ ആ ശ്ലോകം കണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, പരോധർമ്മം യഥോ ഭക്തിർ അധോക്ഷജയ്. നമ്മുടെ മനുഷ്യ ശരീരം നമുക്ക് കിട്ടിയിരിക്കുന്നതിന്റെ ഏകമാത്ര ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണഭക്തി ചെയ്യുകയാണ്. അപ്പൊ ആ ദൃഷ്ടികോൺ നഷ്ടപ്പെട്ടു കലിയുഗത്തില്. എന്തിനാണ് ഇപ്പൊ മനുഷ്യനോട് നമ്മൾ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? എന്റെ കുടുംബം. കുടുംബ ചട്ടക്കൂട് ഉണ്ടാക്കിയിരിക്കുന്നത് പോലും ഒരു വ്യക്തിക്ക് ആധ്യാത്മികമായ പുരോഗതി മുൻപോട്ട് പോകാൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് പരോധർമ്മം എന്ന് പറഞ്ഞത്. ബാക്കിയെല്ലാം ധർമ്മമാണ്, ചെയ്തേ പറ്റൂ ആ ധർമ്മം.
ആ ധർമ്മം എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജോലി ചെയ്യുന്ന എന്തിനാണ്, കൃഷി ചെയ്യുന്ന എന്തിനാണ്, വ്യവസായം ചെയ്യുന്ന എന്തിനാണ്? പരമമായ ധർമ്മത്തിനെ യഥാവിധി നടപ്പാക്കാൻ വേണ്ടിയിട്ട്, സൗകര്യമായ രീതിയിൽ, അനുയോജ്യമായ രീതിയിൽ ആധ്യാത്മിക കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ട സപ്പോർട്ട്. ഇപ്പൊ ആഹാരം കഴിക്കാത്ത പട്ടി കിടക്കുന്ന ഒരാളിനോട് ഇപ്പം മാല വയ്ക്കാൻ പറഞ്ഞാൽ പറ്റുമോ? പറ്റത്തില്ല. വിശപ്പുണ്ടതിലൂടെ ഹരിനാമം വരുന്നത്. അപ്പൊ വിശപ്പ് മാറ്റണമെങ്കിൽ പൈസ വേണം, ആഹാരം വേണം, അന്നം വേണം, അന്നം വേണമെങ്കിൽ പൈസ വേണം, പൈസ വേണമെങ്കിൽ ജോലി ചെയ്യണമെങ്കിൽ വ്യവസായം ചെയ്യണം. അപ്പൊ ജോലി ചെയ്യുന്നത് എന്തിനാണ്? നിത്യവൃത്തിക്ക് വേണ്ടി. നിത്യവൃത്തി എന്തിനാണ്? ആത്മാവും ശരീരത്തിലും കൂടെ ഒന്നിച്ചു നിർത്താൻ. എന്തിനാണ് ആത്മാവിനും ശരീരത്തിലും കൂടെ ഒന്നിച്ചു നിർത്തുന്നത്? ഭക്തി ചെയ്യാൻ. സിമ്പിൾ ലോജിക്ക് ഇതാണ്. പക്ഷെ നമ്മൾ ആ കാര്യങ്ങൾ മറന്നുപോയി. നമ്മളുടെ കലിയുഗത്തിൽ നമുക്ക് അത് മറന്നുപോയിട്ട് ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണോ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്നത്, എന്തിനു വേണ്ടിയാണോ നമുക്ക് ഈ മനുഷ്യ ശരീരം കിട്ടിയത്, ആ ഉദ്ദേശം ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്നു. അതാണ് നഷ്ടം ദൃശാമേഷ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ചോദിക്കാറുള്ള ചോദ്യമാണ്. ഞാൻ ആ ചോദ്യം ഇപ്പോൾ ഓർത്തുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം. 2 ചോദ്യമാണ് എനിക്കുള്ളത്. അല്ല, ആദ്യത്തെ ചോദ്യം, നമ്മൾ എന്തിനാണ് ഭക്തി ചെയ്യുന്നത്? ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. അതൊരു സ്പെസിഫിക് ആൻസർ നമുക്ക് കിട്ടത്തില്ല. നമ്മൾ ഇസ്കോണിൽ തന്നെ ഇപ്പൊ ഒരു 20 വർഷമായ ആ 10 പേരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഭക്തി ചെയ്യുന്നത്? 10 തരത്തിലുള്ള മറുപടി ആയിരിക്കും കിട്ടുന്നത്. ചിലർ പറയും ഭൗതിക ലോകത്തിൽ ദുഃഖമാണ്, ചിലർ പറയും ആധ്യാത്മിക ലോകത്തിൽ പോകണം, ചിലർ പറയും കൃഷ്ണ സേവ ചെയ്യണം, ചിലർക്ക് കൃഷ്ണ പ്രേമം വേണം, ചിലർ പറയും ധർമ്മമാണ്. ഇതെല്ലാം ശരിയാണ്, ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള, ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇത് കുറച്ചുകൂടെ നമ്മൾ പ്രിസൈസ് ചെയ്യണം. അത് നമ്മൾ കുറച്ചു നമുക്ക് മരത്തിലിരുന്ന കിളിയെ എല്ലാവരും കണ്ടു. 105 പേരും കണ്ടു. 101 കൗരവരും 5 പാണ്ഡവരും കണ്ടു. 106 പേരും കണ്ടു. 100 കൗരവരും 5 പാണ്ഡവരും 105 പേരും കണ്ടു. അർജുനൻ എന്താ കണ്ടത്? കിളിയുടെ നേത്രങ്ങളാണ് കണ്ടത്. അതേപോലെ വൈഡ് ഏരിയ നമ്മൾ ഈ കിളിയാണ് കാണുന്നത്, കിളിയുടെ നേത്രത്തെ അല്ല കാണുന്നത്. എപ്പോ വരെ നമ്മൾ കിളിയുടെ നേത്രത്തെ കാണുന്നില്ല, അപ്പോൾ വരെ നമ്മൾക്ക് ഉന്നം വെക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ മനുഷ്യന്റെ പ്രാഥമികമായ ധർമ്മം കൃഷ്ണഭക്തിയാണ്. ഇത് ഇൻ ലാർജ് ആണ്, അത് പക്ഷിയാണ്. അതിനെ കുറച്ചുകൂടി പ്രിസൈസ് കൊണ്ട് ഇത് കാലക്രമേണ തന്നെ വരും നമുക്കുള്ള ഉള്ളിൽ വരണം. നമ്മൾ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും ഭക്തി ചെയ്താൽ, ഹരിനാമം ജപിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിൽ പ്രകടമാകും. ഇത് പറഞ്ഞപ്പോ എനിക്ക് എന്നോട് കണക്ട് ഒരു ചോദ്യം വന്നു എൻ്റെ മനസ്സിൽ. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണിരിക്കും, ഈ വർഷം നടന്ന ഒരു സംഭവമാണ്. ഡൽഹിയിൽ 94 വയസ്സുള്ള ഒരു വ്യവസായി മരിച്ചു. സെപ്റ്റംബർ 24 അദ്ദേഹം മരിച്ചത്. അദ്ദേഹം കുട്ടിക്കാലം മുതൽ നല്ല വ്യവസായിയാണ്, ഫൈനാൻഷ്യലി നല്ല സപ്പോർട്ട്, നല്ല സെറ്റിൽഡ് വ്യക്തിയാണ്. അദ്ദേഹം കുട്ടിക്കാലം മുതൽ എല്ലാ ആഴ്ചയിലും ഡൽഹിയിൽ നിന്ന് വൃന്ദാവനത്തിൽ പോകുമായിരുന്നു. ഡൽഹിയിൽ നിന്ന് വൃന്ദാവനം അടുത്താണല്ലോ. എല്ലാ ആഴ്ചയിലും പോകുമായിരുന്നു. അവിടെ പോയി എല്ലാ അമ്പലം, ബാക്കി വിഹാരി, രാധാ ദാമോദർ, രാധാഗോവിന്ദ, എല്ലാ 7 അമ്പലങ്ങളിലും പോകും, പ്രാർത്ഥിക്കും, അവിടുന്ന് കുറെ കീർത്തനം ചൊല്ലും, തിരിച്ചു വീട്ടിൽ വരും, തന്റെ വ്യവസായം ചെയ്യും. വേറെ അദ്ദേഹം നാമം ജപിക്കുന്നില്ല. 4 നിയമങ്ങൾ. അദ്ദേഹം മാംസവുക്കല്ല, പക്ഷെ ഉള്ളി വെളുത്തുള്ളി എല്ലാം കഴിക്കും, ചായ കോഫി കുടിക്കും. അദ്ദേഹത്തിന് ഗുരുവില്ല, യാതൊന്നുമില്ല. ഇതാണ്ട് എത്രയോ വർഷങ്ങൾ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടിക്കാലം മുതൽ തുടങ്ങിയാണ്. ഇപ്പൊ 94 വയസ്സ് വരെ അദ്ദേഹം ചെയ്തു. അവസാനമായപ്പോൾ അദ്ദേഹത്തിന് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ആരോഗ്യം ഇല്ലായിരുന്നു, ക്ഷയിച്ചു. അപ്പോൾ കുട്ടികൾ, അയാളുടെ മക്കൾ കൊണ്ടുപോകായിരുന്നു. മാസത്തിൽ ഒരു പ്രാവശ്യം ഇപ്പോൾ അവർക്ക് സമയം അവർ കൊണ്ടുപോകായിരുന്നു. അങ്ങനെയാണ് സെപ്റ്റംബർ 24 അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഡയറി എഴുതുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു, ഹാബിറ്റ് ഉണ്ടായിരുന്നു, സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ ഈ കുട്ടികൾ ഡയറി എടുത്ത് വെച്ച് നോക്കി, അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ കാലത്ത് എഴുതിയേക്കുന്ന എന്തോ, രാവിലെ ഞാൻ എഴുന്നേറ്റു, ശരിക്കും എനിക്ക് കക്കൂസി പോകാൻ പറ്റിയില്ല, മലബന്ധമായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഇന്നതായിരുന്നു, ഇതെനിക്ക് ഇഷ്ടമുള്ളതാണ്, അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടമില്ലാത്തതാണ്, ഇതിന് ഉപ്പാണ്, ഇതിൽ എരിയാണ്, ഇത് പുളിയാണ്, ഇവരുടെ ഈ പൈസ വാങ്ങിച്ചവർക്ക് ഈ പൈസ കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതിയേക്കുന്ന ഓരോ പേജുകളിൽ മറിച്ച് നോക്കിയപ്പോൾ അപ്പൊ അതില് ഒരു മോന്റെ കൂട്ടുകാരൻ ഒരു ഇസ്കോൺ ഡിവോട്ടിയായിരുന്നു, ഡൽഹി ഇസ്കോണുമായിട്ട് ബന്ധപ്പെട്ട ഡിവോട്ടിയായിരുന്നു. ഈ ഡിവോട്ടി അപ്പം സുഹൃത്തിന്റെ അച്ഛൻ മരിച്ചുകൊണ്ട് നാച്ചുറലി മരിച്ചു കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ ഈ സുഹൃത്ത്, അതായത് ഈ മരിച്ചുപോയ വ്യക്തിയുടെ മകൻ, ഈ ഇസ്കോൺ ഡിവോട്ടിക്ക് ആ ഡയറി വായിക്കാൻ കൊടുത്തു. അപ്പൊ ഇയാൾ കുറച്ചെല്ലാം പേജ് വായിച്ച് നോക്കിയപ്പോൾ എല്ലാം ഒരുപോലെയാണ് എഴുതിയേക്കുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു, ജൂൺ 2 വായിക്കാൻ പറഞ്ഞു. ജൂൺ 2 വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, രാവിലെ ഇന്ന് ഞാൻ
ഇത്ര മണിക്ക് കക്കൂസി പോയി കുളിച്ചു റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചല്ലോ, ഇത് താഴെ എഴുതിയിരിക്കുന്നു. ഇന്ന് വെളുപ്പിനെ എന്റെ സ്വപ്നത്തിൽ ഭഗവാൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ കൊണ്ടുപോകാൻ സെപ്റ്റംബർ 24 വരുമോ. സെപ്റ്റംബർ 24 നിന്നെ കൊണ്ടുപോകാൻ ഞാൻ. സെപ്റ്റംബർ 24 അദ്ദേഹം മരിച്ചത്. അപ്പൊ എന്റെ ചോദ്യം, അദ്ദേഹം 4 നിയമം പാലിച്ചിട്ടില്ല, മാല ജപിച്ചിട്ടില്ല, ഗുരുവില്ല, അദ്ദേഹത്തിന് ഭഗവാൻ കൊണ്ടുപോയി അല്ലെ മോക്ഷം കൊടുത്തു. പിന്നെ ഗുരുവിന്റെ ആവശ്യകത എന്താണ്? ഇതിനകത്ത് ദീക്ഷ എടുത്തവർ ഒരുപാട് പേരുണ്ട്, അവരോടാണ് എന്റെ ചോദ്യം. അല്ലെങ്കിൽ ദീക്ഷ എടുക്കാൻ പോകുന്നവരുണ്ട്, അവരോടാണ് എന്റെ ചോദ്യം. ഗുരുവിന്റെ ആവശ്യം എന്താ? എളുപ്പം പറയാൻ സമയമില്ല. ഞാനിത് ഇതിനിടയ്ക്കൊന്ന് ഇത് നമ്മുടെ സിലബസ് ഇല്ലാത്ത കാര്യമാണ്, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചതാണ്. ഹരേ കൃഷ്ണ. എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ? നാള് കുറവല്ല. ഹരേ കൃഷ്ണ പ്രഭു, പ്രണാം. ഹരേ കൃഷ്ണ. അജിത മാതാജി അവിടെ ഭഗവാന്റെ അടുത്തിരുന്ന് അതെ അതെ, ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ. ഭഗവാന്റെ അടുത്ത് ഭക്തി സേവനം ചെയ്യാൻ വേണ്ടി, ഭക്തി സേവനം കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല. ഇനി അങ്ങോട്ടായിരിക്കും ശരിക്കും ഭഗവാന്റെ അടുത്ത് സേവനം ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടുക. അല്ല, എന്റെ ചോദ്യം അത് ശരിക്കും കേട്ടില്ല. എന്റെ ചോദ്യം ബിസിനസ് കേട്ടിട്ടുണ്ടല്ലോ. ഓ, ആ ബിസിനസ്സുകാരന് പോയി അവിടെ ഗുരുവില്ലാതെ. അപ്പൊ നമുക്ക് ഗുരുവിന്റെ ആവശ്യം, നമുക്ക് അതേ ഹരേകൃഷ്ണ മന്ത്രം ജപിച്ചാൽ പോരെ? അത് അദ്ദേഹത്തിന് എന്തോ മുജ്ജന്മ സുഹൃതം കൊണ്ടായിരിക്കാം പോയിരിക്കുന്നത്. പിന്നെ തന്നെയല്ല, ഭഗവാന്റെ ഭക്തി ഒരു ഗുരുവിൽ കൂടി പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തിരിച്ച് ഭഗവാന്റെ ലോകത്തിൽ ചെന്നാലും ഭഗവാന്റെ ഒരു ഭക്തനായിട്ട് ഭക്തി സേവനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ഭക്തി പിന്നെ ഭഗവാൻ എവിടെയാ കൊണ്ടുപോയത്? ഭഗവാൻ സ്വയം വന്ന് കൊണ്ടുപോയതില്ലേ? ഭഗവാൻ പറഞ്ഞിട്ട് കൊണ്ട് പിന്നെ എവിടെയായിരിക്കും കൊണ്ടുപോയത്? ആ ഭഗവാൻ വന്ന് കൊണ്ടുപോയി പിന്നെ വേറെ എവിടെയാ? അവിടെ തന്നെയല്ലേ കൊണ്ടുപോകുള്ളൂ. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. നമുക്ക് ഗുരുവിനെ നമ്മൾ സ്വീകരിക്കുന്നത് ഒരു സാധന ചെയ്യുമ്പോൾ നമ്മൾ നിഷ്ഠയോടും ഇതും ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന്റെ. അപ്പൊ ആ നിഷ്ഠയോടെ അയാൾ സ്വയം ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോ അയാൾക്ക് ഗുരുവിന്റെ ആവശ്യം ചിലപ്പോ ഉണ്ടായിന്ന് വരില്ല. ഞാൻ പറയാം. ഇതിന്റെ അർത്ഥം മോക്ഷത്തിന് ഗുരുവിന്റെ ആവശ്യം അത്യാവശ്യമല്ല, വേണം. പക്ഷെ കൃഷ്ണ പ്രേമം വേണമെങ്കിൽ, പ്രേമഭക്തിയുള്ള ഒരു ഗുരുവിന്റെ സഹായമില്ലാതെ കൃഷ്ണ പ്രേമം കിട്ടത്തില്ല. എല്ലാ മോക്ഷത്തിലും കൃഷ്ണ പ്രേമമില്ല. മോക്ഷം കിട്ടാം, മുക്തി കിട്ടാം ഗുരുവില്ലാതെ. കിട്ടി, ഇവിടെ കണ്ടു. പക്ഷെ ആ വ്യക്തിക്ക് കൃഷ്ണ പ്രേമം കിട്ടില്ല. എല്ലാ മോക്ഷത്തിലും, 5 മോക്ഷം അറിയാമല്ലോ, 5 മോക്ഷത്തിലും നമ്മൾ 4 എടുക്കുന്ന സായുജ്യ മോക്ഷം നമ്മൾ കൂട്ടാറില്ല. ഈ 4 മോക്ഷത്തിലും കൃഷ്ണ സേവയും ചിലപ്പോൾ ചെയ്യാൻ കിട്ടിയെന്നിരിക്കും. ഒരുപാട് വൈകുണ്ഠ ലോകങ്ങളുണ്ട്, എവിടെയെങ്കിലും കിട്ടും. പക്ഷെ യഥാർത്ഥത്തിൽ കൃഷ്ണ പ്രേമം, അതാണ് ഞാൻ പറഞ്ഞത്, പ്രിസൈസ് ചെയ്ത് കൊണ്ടുവരണം. നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് കൃഷ്ണ പ്രേമത്തിന്റെ മാധുര്യം രുചിക്കണം. അപ്പൊ ഒരു ചോദ്യം വരിക, എന്താണ് കൃഷ്ണപ്രേമം? കാരണം നമ്മൾ ഭഗവാന്റെ അംശമാണ്. ഇത് മറക്കാതൊന്നും എല്ലാവരും അവരുടെ ഹൃദയത്തിൽ ഇട്ട് വെക്കണം. നമ്മൾ ഭഗവാന്റെ അംശമാണ്. ഭഗവാന്റെ അംശമായതുകൊണ്ട് നമ്മൾ സച്ചിദാനന്ദ രൂപമാണ്. സത്ത് ചിത്ത ആനന്ദം. അപ്പൊ നമുക്ക് ആനന്ദം വേണം. നമുക്ക് ആനന്ദമില്ലാതിരിക്കാൻ ഒക്കത്തില്ല. അപ്പൊ നമ്മളിപ്പോ കൃഷ്ണഭക്തിയിൽ നിന്നും അല്ലെങ്കിൽ കൃഷ്ണ പ്രേമത്തിൽ നിന്നും കൃഷ്ണ സ്നേഹത്തിൽ നിന്നും ദൂരെ വന്നതുകൊണ്ട് ആ ആനന്ദം നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ ആത്മാവിന്റെയും മനസ്സിനോട് പറയേ ആനന്ദം ആനന്ദം. അപ്പൊ മനസ്സെന്റെയും ഇന്ദ്രിയങ്ങളോട് പറയും ആനന്ദം, സെർച്ച് ഫോർ ആനന്ദം, ആനന്ദം നോക്കാൻ പറയും. ഈ ഭൗതിക ലോകത്തുള്ള ആനന്ദമാണ് അവർ കാണുന്നത്. സിനിമയിലോ ടിവിയിലോ സ്ത്രീയിലോ പുരുഷനിലോ അല്ല ആഹാരത്തിലോ വസ്ത്രത്തിലോ മൊബൈലിലോ ഇവിടെയൊക്കെ നോക്കുകയാണ്. അതാണ് ഇതിനോടൊക്കെ നമുക്ക് ആകർഷണം തോന്നുന്നത്. കാരണം നമ്മുടെ മനസ്സിന് ആനന്ദം വേണം. എന്തിന്? ആത്മാവിന് ആനന്ദം വേണം. അതുകൊണ്ട് ആ ആനന്ദം എപ്പോ വരെ കിട്ടുന്നവരെ നമുക്ക് ആ പരിപൂർണമായ സംതൃപ്തി കിട്ടത്തില്ല. നമ്മൾ ഭക്തി എന്തിനാണ് ചെയ്യുന്നത്? നമുക്ക് ആനന്ദം വേണം. ആ ആനന്ദം, പരിപൂർണമായ ആനന്ദം, സത്യസന്ധമായ ആനന്ദം, ശാശ്വതമായ ആനന്ദം കൃഷ്ണ പ്രേമത്തിലാണ് ഉള്ളത്. നമ്മൾ കൃഷ്ണനെ പ്രേമിക്കും, കൃഷ്ണൻ നമ്മളെ പ്രേമിക്കും, കിട്ടുന്ന അതിന്റെ ഒരു എക്സർസൈസ് ഉണ്ട്. അതെല്ലാവരും ഉള്ള ദിവസം ഒരു ദിവസം ഞാൻ ചെയ്യിക്കാതെ, അന്നേരം നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ അത് മനസ്സിലാവും. ഇന്ന് ആൾക്കാർ കുറവാണ്, ഉള്ള ദിവസം നമുക്ക് ചെയ്യാം. അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, കൃഷ്ണ പ്രേമത്തിന്റെ
പറഞ്ഞോളൂ ഒരു സംശയം ചോദിച്ചിട്ട് പ്രഭു. അപ്പൊ നമ്മള് ഗുരുവില്ലാണ്ടായാലും ഭഗവാന്റെ ലോകത്തെത്തും, ഭഗവാന്റെ പ്രേമം കിട്ടില്ല എന്ന് പറയും. സന്തോഷം എന്ന് പറയല്ലോ അതില് നമ്മുടെ എല്ലാവരും ഭഗവാന്റെ പോലെ സന്തോഷം ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഈ അത് പറഞ്ഞോളൂ. സോറി പ്രഭു, ഭഗവാന്റെ ലോകത്ത് നിത്യം ഇതല്ലേ, ബ്ലിസ് ഉള്ള ഒരു ലോകമല്ലേ. അപ്പൊ പിന്നെ നമുക്ക് എന്തുകൊണ്ട് കിട്ടില്ല എന്ന് പറയണു? സന്തോഷം കിട്ടുമല്ലോ ഞാൻ പറഞ്ഞല്ലോ. കൃഷ്ണ പ്രേമത്തിന്റെ മാധുര്യം അതായത് വൈകുണ്ഠ ലോകങ്ങളിലുള്ളവർക്ക് സന്തോഷം ആനന്ദമുണ്ട്, പക്ഷെ കൃഷ്ണ പ്രേമം അവിടെ ഇല്ല. അവിടെ ഇല്ല. അതേപോലെ പക്ഷെ അവർക്ക് പരിപൂർണ്ണ ആനന്ദം. ഈ സായുജ്യമോക്ഷത്തിൽ ആനന്ദമുണ്ട്. അതായത് ബ്രഹ്മജ്യോതി ലയിക്കുകയാണെങ്കിൽ ശരി, അവർക്ക് ആനന്ദമുണ്ട്. ഈ ഭൗതിക ലോകത്തിനെക്കാട്ടിലും എത്ര ഉയർന്നതാണത്. പരിപൂർണമായ ആനന്ദമുണ്ട്. പക്ഷെ കൃഷ്ണ പ്രേമം അതിനൊക്കെ മുകളിലാണ്. കൃഷ്ണ തോളിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ എക്സർസൈസ് ഞാൻ ചെയ്യിക്കാം അടുത്ത ക്ലാസ്. കൃഷ്ണൻ നമ്മള് അമ്പലത്തിൽ പോയി തൊഴുതുകൊണ്ടിരിക്കും, നമുക്ക് ആനന്ദം കിട്ടുന്നില്ലേ? ഉണ്ട്. പക്ഷെ പൂജാരി പൂജിക്കുമ്പോ കിട്ടുന്ന ആനന്ദമോ അത് കുറച്ചുകൂടി ഉയർന്നതായിരിക്കും. അതേപോലെ വൈകുണ്ഠ ലോകങ്ങളിൽ ഭഗവാൻ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നുണ്ട്, അപ്പൊ ആനന്ദം കിട്ടുന്നുണ്ട്. പക്ഷെ ഗോലോക വൃന്ദാവനത്തില് എന്തെങ്കിലും ഒരു പഴം പറിച്ച് കൃഷ്ണ വായിലോട്ട് വെച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം, അല്ലെങ്കിൽ കൃഷ്ണ ആ പഴം നമ്മുടെ വായിലോട്ട് വെച്ച് കൊടുക്കുന്ന ആനന്ദം, അത് സംതിങ് ഡിഫറെന്റ്. വൃന്ദാവന യശോദമയ്ക്കൊക്കെ കിട്ടിയ ആനന്ദം അത് നമുക്ക് അനിർവചനീയം എന്ന് പറയാം, നമുക്ക് വിവരിക്കാൻ പറ്റത്തില്ല. ധർമ്മം വിജ്ഞാനം ഭഗവാന്റെ കൂടെ പോയി. കരവ് നഷ്ട നിരശാമേഷ, അങ്ങനെ ദൃഷ്ടി നഷ്ടപ്പെട്ട ദിശ നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പുരാണം, ഏത് പുരാണം? ഭാഗവത പുരാണം. അർക്കോ അതിനോദിത, അതിന്റെ ട്രാൻസ്ലേഷനിൽ പറഞ്ഞിരിക്കുന്ന അത്യുജ്വലമായ സൂര്യതേജസ്സോടെ ഭാഗവത പുരാണം ആവിർഭവിച്ചു. അപ്പൊ ഇവിടെ കൃഷ്ണൻ തന്റെ ലീലകൾ സമാപിച്ച് സ്വന്തം ധാമത്തിലൂടെ തിരികെ പോയതിനു ശേഷം വീണ്ടും ഈ ഭൗതിക ലോകത്തിലേക്ക് വന്നു. എങ്ങനെയാ വന്നേ? ശ്രീമദ് ഭാഗവതമായിട്ട് വന്നു. ഭാഗവതം ഇവിടെ അവതരിക്കുകയായിരുന്നു. ഭഗവാന്റെ ഗ്രന്ഥാവതരണമാണ് ശ്രീമദ് ഭാഗവതം. ധർമ്മം ആരെയാണ് ശരണം പ്രാപിച്ചത്? ശ്രീമദ് ഭാഗവത്തെയാണ്. അപ്പൊ ശ്രീമദ് ഭാഗവം വ്യാസഭഗവാനാൽ രചിക്കപ്പെട്ടതാണ്. ഇത് എല്ലാ ഗ്രന്ഥങ്ങളുടെയും സാരമാണ്. ഭഗവാൻ ഈ ഭൗതിക ലോകത്തില്ലാത്ത സമയത്ത് ധർമ്മവും വിജ്ഞാനവും ആരെയാണ് അഭയം പ്രാപിച്ചത്? അതാണ് ശ്രീമദ് ഭാഗവതം. മാത്രമല്ല കലിയുഗത്തിന്റെ കൊടും അന്ധകാരത്തിൽ ദിശ നഷ്ടപ്പെട്ടില്ലെന്നവർക്ക് ദിശ നൽകാൻ വേണ്ടിയിട്ട് സൂര്യപ്രഭയോട് കൂടി, അതായത് ഒരു ജീവാത്മാവിനെ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ച് ആധ്യാത്മലോകത്തിൽ എത്തിക്കാൻ ശ്രീമദ് ഭാഗവത്തിന് കഴിയും. ഉദാഹരണം പരീക്ഷിത് മഹാരാജാവ് 7 ദിവസം ഭാഗവതം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വൈകുണ്ഠ ലോകത്തിൽ പോയി. അപ്പൊ ഇപ്രകാരം ശൗനകാദികളുടെ 6ാമത്തെ ചോദ്യത്തിനും സൂതഗോസ്വാമി ഉത്തരം നൽകി. 2ഉം 3ഉം അധ്യായം കൊണ്ട് 6 ചോദ്യങ്ങൾക്കും സൂതഗോസ്വാമി ഉത്തരം നൽകി. അപ്പൊ ഈ 6 ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സൂതഗോസ്വാമി കൊടുത്ത മറുപടിയിൽ 3 കാര്യങ്ങൾ, അതായത് ഭഗവാൻ, ഭക്തി, ഭാഗവതം, ഈ 3നെയും കുറിച്ച് വളരെ വളരെ പ്രശംസിക്കുകയും വാഴ്ത്തുകയും ഗ്ലോറിഫൈയും ചെയ്തിട്ടുണ്ട്. ഭഗവാനെ കുറിച്ച് പറയുന്നുണ്ട്, ഭക്തിയെ കുറിച്ച് പറയുന്നുണ്ട്, ഭാഗവത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഭക്തിയാണ് മുഴുവൻ വാനവരാശിക്കും ഹിതമായിട്ടുള്ളതാണ്. സവൈ പുംസാം പരോധർമ്മോ, അത് ഭഗവാനാണ് ഏറ്റവും സുപ്രീം ലോഡ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ദിശ നഷ്ടപ്പെട്ടവർക്ക് ദിശ കൊടുക്കാൻ ഭാഗവതം അവതരിച്ചു. അപ്പൊ ഭാഗവതം എന്ന് പറയുന്നത് ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനിൽ നിന്നും ഭിന്നമല്ല, വ്യത്യസ്തമല്ല. ഇത് സൂര്യന്റെ തുല്യം പ്രകാശം. ഇവിടെ പ്രകാശം എന്ന് പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിജ്ഞാനം, അറിവിനും പ്രകാശം എന്ന അർത്ഥമുണ്ട്. അറിവില്ലായ്മയ്ക്ക് അന്ധകാരം എന്നും പറയും. അപ്പൊ ഇങ്ങനെ ഇത് പറഞ്ഞിട്ട് സൂതഗോസ്വാമി നിർത്തുന്നതോടെ 3ാമത്തെ അധ്യായം തീരുകയാണ്. അപ്പൊ ഇത്രയും പറഞ്ഞു. 6 ചോദ്യങ്ങൾക്കും തൃപ്തികരമായ ഉത്തരം ശൗനകാദികൾ കിട്ടി. അപ്പൊ ഭാഗവതം തീരേണ്ടതാണ് ഇവിടെ. കാര്യം അവർ 6 ചോദ്യം ചോദിച്ച് 6ന് ഉത്തരം നൽകി. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഋഷിമാര് സൂതഗോസ്വാമിയെ ശരിക്കും ഒന്ന് പ്രകീർത്തിക്കാൻ തുടങ്ങി. അതാണ് 4ാമത്തെ അധ്യായം തുടങ്ങുന്ന 2ാമത്തെ ശ്ലോകത്തില് ശൗനക ഉവാച സൂത മഹാഭാഗ വദനോ വദതം വര കഥാം ഭാഗവതം പുണ്യം യത് ആഹ ഭഗവൻ ശുക
ശൗനക എന്താണ് ഈ ശൗനക ഋഷി മാത്രം പറയുന്നത്? അവിടെ ഒത്തിരി പേര് ഇരിപ്പില്ലേ? അതിന്റെ കാരണം കൂടെ അറിഞ്ഞിരിക്കണം. അതിനകത്ത് ഏറ്റവും എൽഡർ ആയിട്ടുള്ളത്, ഏറ്റവും മൂത്ത, നമ്മൾ എന്താ പറയുന്നത്, ഏറ്റവും പ്രായമുള്ളത് ശൗനക ഋഷിക്കാണ്. ഏറ്റവും കൂടുതൽ ആധ്യാത്മികമായ ഉള്ളവരിൽ സൂതഗോസ്വാമി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അറിവുള്ളതും അദ്ദേഹമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ലീഡ് ചെയ്യുന്നത്. സൂതഗോസ്വാമി പറഞ്ഞു, അല്ലയോ ശൗനകാദി പറഞ്ഞു, അല്ലയോ സൂതഗോസ്വാമി, സംവദിക്കാനും വർണ്ണിക്കാനും കഴിവുള്ള സർവരാലും ആദരണീയനും മഹാഭാഗ്യവാനുമാണ് അങ്ങ്. ശ്രേഷ്ഠനും പ്രഭാവശാലിയുമായ ശുകദേവ ഗോസ്വാമിയാൽ വരിക്കപ്പെട്ട ശ്രീമദ് ഭാഗവത പുണ്യ സന്ദേശങ്ങളെ ദയവായി ഞങ്ങൾക്ക് വിവരിച്ചു തന്നാലും വിശദീകരിച്ചു തന്നാലും. അതായത് 6 ചോദ്യത്തിന് ഉത്തരം തന്നുകൊണ്ട് തീരുന്നില്ല. ശുകഗോസ്വാമിയിൽ നിന്ന് അങ്ങ് എന്താണ് ശ്രവിച്ചത്, എന്താണ് അവിടെ കേട്ടത്, അതെല്ലാം ഞങ്ങൾക്ക് വിവരിച്ചു തന്നാലും. അപ്പൊ തങ്ങളുടെ 6 ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചതിന് ശേഷം ഋഷിമാർ 3 ചോദ്യങ്ങൾ കൂടി ഇവിടെ ചോദിക്കുകയാണ്. ആദ്യത്തെ 6 ചോദ്യം ചോദിച്ചു, അതിന് മറുപടി കിട്ടി. അവിടെ കൊണ്ട് അവരുടെ ആ അറിയാനുള്ള ആഗ്രഹം തീരുന്നില്ല. വീണ്ടും 3 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പൊ ശൗനക ഋഷിയാണ് ചോദിക്കുന്നത്. എന്താണ് കാരണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആദ്യത്തെ ചോദ്യം നമുക്കറിയാം. 6ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് സൂതഗോസ്വാമി പറഞ്ഞത്, 6ാമത്തെ ചോദ്യത്തിന് ധർമ്മം ശ്രീമദ് ഭാഗവത്തെയാണ് ശരണം പ്രാപിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചോദ്യം, അതായത് ഇനിയും 3 ചോദ്യം ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഭാഗവതത്തിനെ കുറിച്ചാണ് ചോദ്യം. 6ാമത്തെ ചോദ്യം കഴിഞ്ഞ അധ്യായങ്ങളിൽ ആദ്യത്തെ അധ്യായത്തിൽ ചോദിച്ച 6ാമത്തെ ചോദ്യം ശ്രീമദ് ഭാഗവതം ആരെയാണ് ശരണം പ്രാപിച്ചതെന്ന്. അതുകൊണ്ട് ഇപ്പൊ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ആദ്യത്തെ ചോദ്യം ശ്രീമദ് ഭാഗവതത്തിന്റെ ചരിത്രമാണ്. എങ്ങനെയാണ് അത് തുടങ്ങിയത്, എന്തുകൊണ്ടാണ് വ്യാസഭഗവാൻ അത് പറയാൻ കാരണം, ഏത് സാഹചര്യത്തിലാണ് വ്യാസഭഗവാൻ ഇത് രചിച്ചത്, അദ്ദേഹത്തിന് പ്രചോദനം നൽകിയ സംഭവം എന്താണ്, ആരാണ് അദ്ദേഹത്തിന് പ്രചോദനം നൽകിയത്. അതാണ് 3ാമത്തെ ശ്ലോകം. തസ്മിൻയുഗേ പ്രവർത്തേയം സ്ഥാനേവാകേന ഹേതുന കുത സംജോതിത കൃഷ്ണ കൃതവാൻ സംഹിത മുനി. ഏത് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഏത് യുഗത്തിലാണ്, ഏത് സ്ഥലത്താണ് ഇത് ആദ്യം പറഞ്ഞത് അല്ലെങ്കിൽ ആരംഭിച്ചത്, എന്തിനാണ് ഇത് അദ്ദേഹം ഏറ്റെടുത്തത്, മഹാനായ മുനിയായ കൃഷ്ണദ്വൈപായ വ്യാസന് ഈ സാഹിത്യം സമാഹരിക്കാൻ എവിടെ നിന്നാണ് പ്രചോദനം ലഭിച്ചത്. ഇതാണ് രണ്ടാമത് ചോദിക്കുന്ന 3 ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യം. ഇനി 2ാമത്തെ ചോദ്യം, ശ്രീമദ് ഭഗവത്തിന്റെ ആദ്യത്തെ ശ്രോതാവ് ആരായിരുന്നു? പരീക്ഷിത് മഹാരാജാവ്. വ്യക്താവ് ശുകഗോസ്വാമി. അപ്പം പരീക്ഷിത് മഹാരാജാവിന്റെ ജനനം, അദ്ദേഹം എങ്ങനെയാണ് രാജാവായത്, രാജാവായതിനു ശേഷം ഇത്രയും കുറഞ്ഞ പ്രായത്തിൽ അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് ഇവിടുന്ന് പോകാനുള്ള കാരണം എന്താണ്, ഇങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ എന്താണ്, അതിനെക്കുറിച്ചാണ് ഇത് 2ാമത്തെ ചോദ്യം. അതുപോലെ തന്നെ ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ശുകഗോസ്വാമിയെ കണ്ടുമുട്ടിയത്, എന്തുകൊണ്ടാണ് ശുകഗോസ്വാമി അദ്ദേഹത്തിന് ഭാഗവതധർമ്മം ഉപദേശിച്ചത്, ഇതിനെക്കുറിച്ചെല്ലാം 2ാമത്തെ ചോദ്യം. അപ്പൊ 3ാമത്തെ ചോദ്യം ശുകഗോസ്വാമിയെ കുറിച്ചായിരുന്നു. നമുക്കറിയാം ശുകഗോസ്വാമി എന്ന് പറഞ്ഞാൽ വ്യാസദേവന്റെ പുത്രനാണ്. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ വിരക്തനായ വ്യക്തിയായിരുന്നു. മഹാഭാഗവതത്തിൽ മാത്രമല്ല, ഏതൊരു പുരാണം എടുത്താലും ഏറ്റവും കൂടുതൽ വിരക്തി, ഭൗതിക ലോകത്തോട് ഏറ്റവും കൂടുതൽ വിരക്തി ഉള്ളതായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, അത് ശുകഗോസ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധാറാണിയുടെ തത്തയുടെ പേരാണ്. ശുക എന്ന് പറയുന്ന തത്ത. അതാണ് നിഗമ കൽപ്പ കരോ ദളിതം പരം ശുക അമൃത രസം എന്ന് പറഞ്ഞ 3ാമത്തെ ശ്ലോകം നമ്മൾ പറഞ്ഞില്ലേ. നിഗമ കൽപ്പ തരോ ഗളിതം പരം സുഖമുഖ അമൃതതരവ സംയുതം. അതായത് ശുകഗോസ്വാമി ഏത് പ്രകാരം ഒരു പഴുത്ത ഫലം തത്ത കൊത്തിക്കഴിഞ്ഞാൽ, ശുഖം കൊത്തിക്കഴിഞ്ഞാൽ അതിന്റെ മാധുര്യം കൂടുന്നു, അതേപോലെ ആൾറെഡി മാധുര്യം നിറഞ്ഞ ഈ ശ്രീമദ് ഭാഗവതം ശുകഗോസ്വാമിയാൽ പ്രവചിക്കപ്പെട്ടപ്പോൾ അതിന്റെ മാധുര്യം കൂടി. ഇപ്പൊ ശുഖം എന്ന് പറഞ്ഞ തത്ത, അദ്ദേഹം രാധാറാണിയുടെ തത്തയായിരുന്നു. അദ്ദേഹം അമ്മയുടെ ഗർഭപാത്രത്തിൽ വെളി വരാൻ തയ്യാറല്ലായിരുന്നു. എനിക്ക് ഭൗതിക ലോകത്തിൽ വരണ്ട, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. എത്രയോ വർഷത്തിന് ശേഷമാണ് ഭഗവാൻ സ്വയം വന്ന് പറഞ്ഞതിന് ശേഷമാണ്, അതായത് ഈ ഭൗതിക ലോകത്തിലെ മായ നിന്നെ ബന്ധിപ്പിക്കില്ല, മായയുടെ ബന്ധനം ഉണ്ടാകില്ല എന്ന് പ്രോമിസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വന്നത്. ശുകഗോസ്വാമി വളരെ സുന്ദരനായിരുന്നു കാണാൻ. 16 വയസ്സായിരുന്നു. വസ്ത്രം പോലും ധരിക്കില്ലായിരുന്നു. ഈ കഥ നിങ്ങൾ കേട്ട് കാണും. ഒരിക്കൽ അദ്ദേഹം പോയ സമയത്ത് ഒരു തടാകത്തിൽ ദേവകന്യകമാര് നഗ്നരായിട്ട് കുളിക്കുകയായിരുന്നു. ശുകഗോസ്വാമി പോകുന്ന കണ്ടപ്പോഴ്
അവർക്കൊന്നും തോന്നിയില്ല. അവരവിടെ കുളിച്ചിട്ട് നിന്നു. തൊട്ടുപുറകിൽ വ്യാസഭഗവാൻ ഉണ്ടായിരുന്നു. വ്യാസഭഗവാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രായമുണ്ട് ആ സമയത്ത്. ഈ ദേവ കന്യകളുടെയൊക്കെ അപ്പുപ്പൻ ആകാനുള്ള പ്രായമുണ്ട്. അദ്ദേഹം വസ്ത്രം നല്ലവണ്ണം ധരിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിനെ കണ്ട മാത്രയിൽ തന്നെ ഈ ദേവകന്യകര് അവരുടെ വസ്ത്രം എടുത്തിട്ട് നാണം മറച്ചു. ഇത് കണ്ടിട്ട് വേദവ്യാസ ഭഗവാന് വളരെ ഒരു ആശ്ചര്യമുണ്ടായി. അതായത് എൻ്റെ മകൻ 16 വയസ്സുള്ള മകൻ നഗ്നനായിട്ട് പോയിട്ട് പോലും അവർ നാണം മറച്ചില്ല. ഇത്രയും പ്രായമുള്ള ഞാൻ വസ്ത്രം എടുത്തിട്ട് പോയിട്ട് പോലും അവർ നാണം മറച്ചു. അപ്പൊ അദ്ദേഹം അവരോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് ഇതിന്റെ രഹസ്യം? എൻ്റെ മകൻ പോയിട്ട് നിങ്ങൾ ലജ്ജാവതികളായില്ല, എന്നെ കണ്ടപ്പോൾ എന്തുകൊണ്ട് ലജ്ജാവതിയാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ മറുപടി, അങ്ങേക്ക് സ്ത്രീ പുരുഷ ഭേദമുണ്ട്, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഭേദമുണ്ട്. അതേസമയം സുഖഗോസ്വാമിക്ക് അദ്ദേഹം അത്രമാത്രം വിരക്തനാണ്. അദ്ദേഹം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഭേദം പോലും ഇല്ല. അതായത് നഗ്നയ ഒരു സ്ത്രീയെ കണ്ടാൽ ഒരു പുരുഷനെ കാണുന്ന പോലെ അദ്ദേഹം അതിന് അത്രയും വില പോലും കൊടുക്കുന്നില്ല. അദ്ദേഹം ശരീരമായി ബന്ധമായിട്ടുള്ള യാതൊരുവിധ വിലയും കൽപ്പിക്കുന്നില്ല. ശരീരത്തെ അല്ലാതെ കാണുന്ന അദ്ദേഹം ആത്മാവിനെ കാണുന്നു. അത്രമാത്രം വിരക്തനായ വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഭിക്ഷ യാചിക്കാൻ പോയി കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു വീടുകളിൽ ഭിക്ഷ യാചിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു പശുവിനെ കറക്കുന്ന അത്രയും സമയമേ അദ്ദേഹം വീട്ടിൽ നിൽക്കുകയുള്ളൂ. 8ാമത്തെ ശ്ലോകത്തിൽ ഇത് പറയുന്നുണ്ട്, 4ാമത്തെ അധ്യായത്തില്, സഗോദോഹന മാത്രം ഹി ഗ്രഹേഷു ഗ്രഹമേദിനാം അവേക്ഷതേ മഹാഭാഗത്തെ തീർത്ഥീകുരുവസ്തദാശ്രമം. ഒരു പശുവിനെ കറക്കുന്നിടത്തോളം നേരം മാത്രമേ ശ്രീ സുഖദേവ ഗോസ്വാമി ഒരു ഗൃഹസ്ഥാശ്രമയുടെ പടിവാതുക്കൽ കാത്തു നിൽക്കുക പതിവുള്ളൂ. ഗ്രഹം പരിശുദ്ധമാക്കാൻ മാത്രമാണ് അദ്ദേഹം ഇപ്രകാരം ചെയ്യുന്നത്. അദ്ദേഹം ഭിക്ഷ യാചിക്കാൻ ഏതെങ്കിലും വീട്ടിൽ പോയി ആ വീടിന്റെ വാതിക്കൽ ചെന്നിട്ട് ഭിക്ഷാന്തേഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാ ഭിക്ഷ എടുക്കാൻ അകത്ത് പോകുന്ന സമയത്ത് അദ്ദേഹം നിൽക്കുന്ന എത്ര നേരമാണ്? ഒരു പശുവിനെ കറക്കാൻ എടുക്കുന്ന സമയം. പശുവിനെ കറക്കാൻ എടുക്കുന്ന സമയത്ത് പറഞ്ഞാൽ അന്നൊക്കെ പശുവിനെ കറക്കുന്ന പറഞ്ഞാൽ പാല് വിൽക്കാനല്ല, ഒരു വീട്ടിലേക്ക് എത്ര പാൽ അവർക്ക് ആവശ്യമുണ്ട്, 1/2 ലിറ്റർ 1/2 ലിറ്റർ 1 ലിറ്റർ 1 ലിറ്റർ അത്രയും മാത്രം കറന്നു വെക്കും. ബാക്കി പശുക്കുട്ടി കൊടുക്കാൻ കൊടുക്കും. അതിന് എത്ര മിനിറ്റ് എടുക്കുമായിരിക്കും? 4-5 മിനിറ്റ് ഏറ്റവും കൂടിയാല്. അത്രയും സമയം അദ്ദേഹം കാത്തിക്കും, എന്നിട്ട് തിരിച്ചു പോകും. കിട്ടിയാലും കിട്ടിയില്ലേലും. അത്രയും സമയം എന്തിനാണ് അവിടെ നിൽക്കുന്നത്? അതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഗ്രഹം പരിശുദ്ധമാക്കാൻ ആ ഗ്രഹം, അതായത് ഇത്രയും ഭാഗവതനായ ഒരു ശുദ്ധാത്മാവ് ആ വീട്ടുപടിക്കൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വീട് ശുദ്ധമാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് കൃപ കൊടുക്കാനാണ് അദ്ദേഹം ഭിക്ഷ എന്നുള്ള പേരിൽ ഓരോ വീടുകളിലും പോയിരുന്നത്. അപ്പൊ അത്രമാത്രം വിരക്തനായ ഒരു വ്യക്തി, ഒരു പശുവിനെ കറക്കുന്ന നേരം മാത്രം, സഗോദോഹന മാത്രം ഹി. അപ്പൊ അത്രമാത്രം നിൽക്കുന്ന ഒരു വ്യക്തി 7 പകലും 7 രാത്രിയും പരീക്ഷിത് മഹാരാജുവിന്റെ മുമ്പിൽ എങ്ങനെയിരുന്നു? ഇതാണ് ശൗനകാദികളുടെ ഏറ്റവും വലിയ സംശയം. ഇത്രയും വിരക്തനായ വ്യക്തി ഭിക്ഷ യാചിക്കാൻ പോലും ഒരു നിശ്ചിത സമയത്തിൽ കൂടുതൽ ഒരു വീട്ടിലും ഒരു ഗ്രഹത്തിലും കാത്തു നിൽക്കാത്ത ഇത്രയും മഹാഭാഗവതനായ ഒരു വ്യക്തി ഈ ഒരാഴ്ച, അതായത് 7 പകലും 7 രാത്രിയും പരീക്ഷിത് മഹാരാജുവിന് മുമ്പിൽ എങ്ങനെയിരുന്നു? അപ്പം അതാണ് അദ്ദേഹം ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കാനുള്ള കാര്യം. അപ്പം ഈ ചോദ്യങ്ങളൊക്കെയാണ് 4ാമത്തെ അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ ശൗനകാദി ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? 3 ചോദ്യങ്ങൾ. 1 ശ്രീമദ് ഭാഗവത്തിന്റെ ഇതിഹാസം, 2 പരീക്ഷിത് മഹാരാജൻ ജനനം, മറ്റു കാര്യങ്ങള്, 3 ശൗനകാദിയെക്കുറിച്ച് അദ്ദേഹം എപ്രകാരമാണ് പരീക്ഷിത് മഹാരാജനെ കണ്ടുമുട്ടിയത്, ഏത് സാഹചര്യത്തിലാണ് ശ്രീമദ് ഭാഗവതം ഉപദേശിച്ചത്. സത്യത്തിൽ ഈ 3 ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ ആദ്യത്തെ സ്കന്ധം മൊത്തം ഇനിയുള്ളത്. 19 അധ്യായമാണ് ശ്രീമദ് ഭാഗവതത്തിലുള്ളത്. ഓരോ അധ്യായത്തിലൂടെ നമ്മൾ ഇനി പോകുമ്പോൾ ഈ ഓരോ അധ്യായവും കണക്ട് ചെയ്തിരിക്കുന്ന ഈ 3 ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. 4ഉം 5ഉം 6ഉം അധ്യായങ്ങൾ, അതായത് ആദ്യത്തെ ചോദ്യം എന്തുവാണ്? ശ്രീമദ് ഭാഗവതത്തിന്റെ ചരിത്രം, ഇതിഹാസം. അപ്പൊ 4ഉം 5ഉം 6ഉം അധ്യായത്തില് ശ്രീമദ് ഭാഗവതത്തിന്റെ ചരിത്രം വർണ്ണിക്കുക. അത് നമുക്കറിയാം, നാരദ മുനിയെ കണ്ടുമുട്ടുന്നതും വ്യാസഭഗവാനെ ഉപദേശിച്ചു കൊടുക്കുക, അങ്ങനെ എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. എങ്ങനെയാണ് ഭാഗവതം രചിക്കാൻ ശ്രീ വ്യാസഭഗവാന് പ്രചോദനം കിട്ടിയത്, എവിടെ നിന്നാണ് ലഭിച്ചത്, ഏത് ശരീരത്തിലുള്ള അതിനകത്ത് വരും. അതെല്ലാം 4, 5, 6 അധ്യായത്തിൽ വരും. 7ാമത്തെ അധ്യായം മുതലാണ് പരീക്ഷിത് മഹാരാജന്റെ ജനനം, അദ്ദേഹം
പിന്നെ പാണ്ഡവര് യുദ്ധം കഴിഞ്ഞുള്ള അവസരം കുന്തിമാരായണ പ്രാർത്ഥന 8-ാം അധ്യായത്തിൽ വരും. അത് കഴിഞ്ഞ് പിന്നെ ഭഗവാൻ ഹസ്തിനാപുരം വിട്ടുപോകുന്നത്, പരീക്ഷിത് മഹാരാജ ഉത്തരയുടെ ഗർഭത്തില് പിന്നെ അശ്വത്ഥാമ എങ്ങനെയാണ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്, പിന്നെ ഭഗവാന്റെ ദ്വാരക പ്രവേശനം, ഭീഷ്മദേവൻ ശരീരം ഉപേക്ഷിക്കുന്നത്, പിന്നെ അർജുനൻ ദ്വാരക പോയിട്ട് തിരിച്ചു വന്ന് യുധിഷ്ഠിര മഹാരാജുവിന്റെ ചോദ്യങ്ങള്, അദ്ദേഹത്തിന്റെ മറുപടി, ഭീഷ്മോപദേശം എല്ലാം ഇങ്ങനെ തുടരെ വന്നുകൊണ്ടിരിക്കും. നമ്മള് ആദ്യം ചർച്ച ചെയ്യുന്നത് ശ്രീമദ് ഭാഗവതത്തിന്റെ ചരിത്രമാണ്. പക്ഷെ അത് 3 അധ്യായമായിട്ട് കണക്ട് കിടക്കുകയാണ്. 4, 5, 6 അധ്യായമായിട്ട് കണക്ട് കിടക്കുകയാണ്. അപ്പൊ ഞാൻ ഇന്നത് എടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ അത് ഇടയ്ക്ക് അതൊക്കെ ഒരു കണ്ടിന്യൂറ്റി കിട്ടത്തില്ല. ഇത് സമയം ഒരു 10-15 മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ തീരത്തില്ല അത്. അതുകൊണ്ട് നമുക്കത് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ, ഇന്ന് ഇവിടെ നിർത്തുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ദയവേത് ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, പ്രണാമം. ഇന്നത്തെ ക്ലാസ് വളരെ നന്നായിരുന്നു പ്രഭു. പ്രഭുവിന് മനസ്സിൽ വന്ന അതേ ഒരു സംശയങ്ങൾ ഞങ്ങൾക്കും ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്, പക്ഷെ നമ്മളാരും ചോദിക്കാറില്ല. ഭക്തി എന്തിനാ ചെയ്യണേ എന്നുള്ളതൊക്കെ വളരെ വളരെ നല്ല ക്ലാസ്സും പിന്നെ ആ അദ്ദേഹത്തിന്റെ ഉദാഹരണം പറഞ്ഞു തന്നതും വളരെ നന്നായി. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ബേബി സരോജവാദം അടുത്ത ക്ലാസ്സിൽ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാവും. ഭക്തി എന്തിനാ ചെയ്യുന്നുള്ളത്. ഓക്കെ, ചെയ്യാം പ്രഭു. 5 മിനിറ്റ് എക്സർസൈസ് ഉണ്ട്. ആ 5 മിനിറ്റ് എക്സർസൈസ് കൊണ്ട് നമുക്ക് മനസ്സിലാകും. നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ ഒരിക്കലും കഴിയില്ലത്. പക്ഷെ നമുക്ക് അതിന്റെ ഒരു അംശം നമുക്ക് മനസ്സിലായാൽ പോലും നമുക്ക് ഭക്തിയിൽ കൂടുതൽ തീവ്രത വരും. എന്തിനാണ് നമ്മൾ ഭാഗവതം വായിക്കുന്നത്, എന്തിനാണ് നമ്മൾ ഭാഗവതം കേൾക്കുന്നത്, എന്തിനാണ് നമ്മൾ നാമം ജപിക്കുന്നത്, എന്തിനാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത്, എന്തിനാണ് നമ്മൾ സേവ ചെയ്യുന്നത്. ഇതിന്റെ എല്ലാം പുറകിലൊരു ചെറിയൊരു ഉദ്ദേശം വേണം. ആ ഉദ്ദേശം നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ന് നമ്മൾ നാമം ജപിക്കുമ്പോൾ ആ ഉദ്ദേശം നമ്മുടെ മറ്റു വന്നു കഴിഞ്ഞാൽ നമുക്ക് നാമം ജപിച്ച് തീർക്കാൻ പറ്റും. തീരെന്ന് പറഞ്ഞാൽ മതിയാകില്ല. നമുക്ക് പിന്നെ ഭക്തിയിൽ ബോറടിക്കില്ല. ഭക്തിയിൽ നമുക്കിപ്പോ ബോറടിക്കും, സമ്മതിച്ചാലും സമ്മതിച്ചില്ലേലും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രവൃത്തി ചെയ്യുന്നുണ്ടോ, ഏത് പ്രവൃത്തി എടുത്തോ, ഭൗതികമായാലും ആധ്യാത്മികമായും 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു നിവൃത്തിയില്ല, ചെയ്തേ പറ്റൂ. ഉദാഹരണം, കുട്ടികൾ സ്കൂളിൽ പോകുന്നത് എന്തുകൊണ്ടാണ്? നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ്. കമ്പനി ജോലിക്ക് പോകുന്നത് എന്തിനാ? നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ്. ഞങ്ങൾ പട്ടാളത്തിലുള്ള സമയത്ത് പറയായിരുന്നു, എല്ലാം രാവിലെ 5:30 ആകുമ്പോൾ കുളിച്ച് റെഡിയായി PT 6 മണിക്ക് PT 5:30 5:45 ആകുമ്പോൾ ഗ്രൗണ്ടിൽ എത്തിയിരിക്കും. സന്തോഷം കൊണ്ടല്ല, നിവൃത്തി ഇല്ലാത്തതുകൊണ്ട്. പോയില്ല, പണിഷ്മെന്റ് കിട്ടും. രാത്രിയിൽ കമാൻഡിംഗ് ഓഫീസർ പറയാണ്, നാളെ മുതൽ PTക്ക് ഇഷ്ടമുള്ളവർ വന്നാമെന്ന് പറഞ്ഞാൽ അയാളും കാണത്തില്ല, ആരും കാണത്തില്ല. ഈ തണുപ്പത്തൊക്കെ ആരും എണീച്ചു പോകുന്നത്. അപ്പൊ നിവൃത്തിയില്ലായ്മ കൊണ്ട് ചെയ്യുന്നത്. അപ്പൊ ഭക്തി നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? അപ്പൊ രണ്ടാമത് പറഞ്ഞാൽ ആനന്ദം കിട്ടും. നമ്മൾ മൊബൈൽ നോക്കുന്നത് നിവൃത്തിയില്ലായ്മയല്ല, ആനന്ദമാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ ആനന്ദം ലഭിക്കുന്നത് കൊണ്ടും ചില പ്രവൃത്തികൾ നിവൃത്തിയില്ലായ്മ കൊണ്ടും ആണെങ്കിൽ എന്റെ ചോദ്യം, ഭക്തി നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇതിലേതിനകത്ത് വരും? ആനന്ദം കിട്ടുന്നുണ്ടോ അതോ നിവൃത്തിയില്ലായ്മയാണോ? അല്ല, കുറച്ച് ആനന്ദം കിട്ടുന്നുണ്ട് നമുക്ക്. കുറച്ചാണെന്ന് കിട്ടുന്നുണ്ട്, പക്ഷെ അതിൽ കൂടുതൽ നിവൃത്തിയില്ലായ്മയാണ്. 16 മാല ഗുരുമാല കൊടുക്കാമെന്ന് പറഞ്ഞു പോയി. അത് 6 മാലയായിരുന്നു, എന്ത് എളുപ്പമായിരുന്നു. അങ്ങനെ ആനന്ദം കിട്ടുന്നുണ്ടെങ്കിൽ 16 എന്നുള്ള ദിവസം 32 എന്താ ചെയ്യാത്തെ? ചെയ്യുന്നുണ്ടോ 32 മാല? 25 ചെയ്യുന്നുള്ളൂ പ്രഭു. അത് തന്നെ കൂടുതലാണ്. ആനന്ദം കിട്ടുന്നുണ്ട്, അതുകൊണ്ട്. അപ്പൊ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് ദിവസവും എത്ര മണിക്കൂർ നമ്മൾ മൊബൈലിൽ ഇരുന്നാലും നമുക്ക് മതിയാകത്ത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് അതിൽ നമുക്ക് ആനന്ദം ലഭിക്കുന്നു. ഭക്തിയിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ആനന്ദം ലഭിക്കുന്നത്? അതാണ് നമ്മൾ ആ 5-6 മിനിറ്റത്തെ ഒരു എക്സർസൈസ്. അത് ഞാൻ എവിടുന്നും വായിച്ചതല്ല, എവിടെയും കേട്ടതല്ല. ഏതാനും മാസങ്ങളെന്ന് പറയാൻ പറ്റില്ല, 2 മാസം മുമ്പ് എനിക്ക് വെളുപ്പിനെ ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ മനസ്സിൽ പ്രകടമായതാണ്, തോന്നിയതാണ്. ശരിയാണോ തെറ്റാണോ എനിക്കറിയില്ല. അത് മായാദേവി പ്രകടിപ്പിച്ചതാണോ യോഗമായ പ്രകടിപ്പിച്ചതാണോ എന്നറിയില്ല. അത് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. ഞാൻ അടുത്ത ക്ലാസ്സിൽ മറന്നുപോയ എന്നെ എല്ലാവരും ഓർപ്പിക്കണം. അത് നമ്മൾ ക്ലാസ്സിൽ ചെയ്യും. ഓക്കെ ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നരോത്തം പ്രഭു. യെസ് പ്രഭു. നമുക്ക് ഇവിടെ നിർത്താം. ഓക്കെ. ഹരേ കൃഷ്ണ. താങ്ക് യു ഗുരു. താങ്ക് യു വെരി മച്ച്. ഹരി ബോൾ.
ഹരേ താങ്ക് യു കൃഷ്ണ. പ്രഭു. താങ്ക് നല്ല യു. ക്ലാസ് നാളെ ആയിരുന്നു. കാണാം. ഹരേ കൃഷ്ണ. നിങ്ങളോടൊക്കെ ഞാൻ എത്ര കടപ്പാടുണ്ട് എനിക്ക്. നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഭാഗവതം വായിക്കാനും അറിയാനും പിന്നെ പ്രഭു പറയാനുമുള്ള എല്ലാവരും പ്രഭു എല്ലാവരോടും കടപ്പാടുകളുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അത് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ തമ്മിൽ കടപ്പെട്ടവരാണ്. നമ്മൾ ചെയ്യേണ്ടത് നമ്മളാണത്. തീർച്ചയായിട്ടും അതിന് അത് ഇത്ര പറഞ്ഞത് ശരിയാണ്. കടപ്പാട്. അതാണ് അസോസിയേഷന്റെ ഡെഫിനിഷൻ. അതാണ് ആ. പരസ്പരം കടപ്പെട്ടിരിക്കുന്നത്. അതിനാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഗിവ് ആൻഡ് ടേക്ക്. ഓക്കെ, നമുക്ക് നിർത്താം. ഹരേ കൃഷ്ണ. കൃപാസന്ധുഭ്യേവച പതിതാനാം വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്ത की जय. श्रील प्रभुपाद की जय. हरे कृष्णा. ഹരേ കൃഷ്ണ. ആനന്ദേ ഹരി ഹരി ബോൾ. ഹരേ. താങ്ക് യു വെരി മച്ച്. हरे कृष्णा.